ജിയോണി എന്ന കമ്പനിയുടെ ജിയോണി F10 ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഈ ഫോണിൻ്റെ വില വരുന്നത് 6500 രൂപ മാത്രമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോണി F10ൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ജിയോണി F10 വരുന്നത് 6.09 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഡ്യൂ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഡ്രാഗൺ ടൈൽ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നു എന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ബാക്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ ഏത് പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന കാര്യം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. 1.65 GHz ക്ലോക്ക് ചെയ്യുന്ന ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 2 GHz ക്ലോക്ക് ചെയ്യുന്ന ഒക്ടാ കോർ പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹീലിയോ P22, സ്നാപ്ഡ്രാഗൺ 439 ഇതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പം ജിയോണി F10നേക്കാളും നല്ല പെർഫോമൻസ് ആ ഫോണുകളിൽ നമുക്ക് ലഭിക്കാനാണ് സാധ്യത. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ നമുക്ക് 3 GB റാം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 32 GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 13 മെഗാ മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 മെഗാ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 8 മെഗാ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 3550 mAh ബാറ്ററി മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ നല്ല ബാറ്ററിയുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 6499 രൂപയാണ് ഈ ഫോണിൻ്റെ വില വരുന്നത്. പിന്നെ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഒരു ഫീച്ചേഴ്സ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള വേറെ ഫോണുകൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് റെഡ്മി 8, റിയൽമി C2 പോലുള്ള ഫോണുകളൊക്കെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ എടുക്കാതിരിക്കുകയാണ് നല്ലത്.